ഗുഡ് മോർണിംഗ് ടു ഓൾ. ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക് ഇന്റർനാഷണൽ ഫിനാൻസിനെ പറ്റിയാണ്. എന്താണ് ഇന്റർനാഷണൽ ഫിനാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്റർനാഷണൽ ഫിനാൻസ് റെഫേഴ്സ് ടു ദ സ്റ്റഡി ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ കൺട്രീസ്. പല രാജ്യങ്ങൾ തമ്മിലുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള എക്കണോമിക് ട്രാൻസാക്ഷനെ പറ്റി പഠിക്കുന്ന ഇതിനെയാണ് ഇന്റർനാഷണൽ ഫിനാൻസ് എന്ന് പറയുന്നത്. അവിടെ രാജ്യങ്ങൾ പരസ്പരം പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതും മണി ബോറോ ചെയ്യുന്നതും അങ്ങനെ ഫിനാൻസ് പരമായിട്ടുള്ള എല്ലാ കാര്യത്തിനെ കുറിച്ചുമായിരിക്കും അവിടെ സ്റ്റഡി ചെയ്യുന്നത്. ഇനി ഇന്റർനാഷണൽ ഫിനാൻസിന്റെ നേച്ചർ എന്താണെന്ന് വെച്ചാൽ, അതിന് ഇന്റർഡിപെൻഡൻസിന്റെ രീതിയിൽ രണ്ട് ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എക്കണോമിക് ഇന്റർഡിപെൻഡൻസും, രണ്ട് ഫിനാൻഷ്യൽ ഇന്റർഡിപെൻഡൻസും. എക്കണോമിക് ഇന്റർഡിപെൻഡൻസ് എന്ന് പറയുന്നത് കൺട്രീസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഗുഡ്സിനും സർവീസസിനും വേണ്ടിയായിരിക്കും. ഫിനാൻഷ്യൽ ഇന്റർഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് മണിക്കും ക്യാപിറ്റലിനും വേണ്ടിയായിരിക്കും രാജ്യങ്ങൾ പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഈ നേച്ചറിൽ തന്നെ കുറച്ച് ഇന്റർനാഷണൽ ഫിനാൻസിന് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഉണ്ട്. അത് 5 എണ്ണമാണ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയുന്നത് ദ മാർക്കറ്റ് വെയർ കറൻസീസ് ആർ ബൗട്ട് ആൻഡ് സെൽ. നമ്മൾ എവിടെയാണോ ഇന്റർനാഷണലി ഉള്ള കറൻസീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്, ആ ഒരു മാർക്കറ്റിനെയാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇതിനൊരു ഫിസിക്കൽ പ്ലേസസ് ഒന്നുമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇന്ത്യൻ മണി ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് ഇപ്പോൾ ഒരു വ്യക്തി എബ്രോഡ് പോവുകയാണ്. ആ വ്യക്തിക്ക് ഇപ്പോൾ പൈസ വേണം. ഏതൊരു രാജ്യത്തേക്കാണോ പോകുന്നത് അവിടുത്തെ കറൻസി വേണമെങ്കിൽ ഇന്ത്യൻ മണി ആ ഒരു കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ബാങ്ക്സിൽ പോയി അത് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ ഈ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിന് വേണ്ടി കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവിടെയൊക്കെ നമുക്കിത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി എന്താണ് എക്സ്ചേഞ്ച് റേറ്റ്? എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ കറൻസിനെ വേറൊരു രാജ്യത്തിന്റെ കറൻസി ആയിട്ട് കമ്പയർ ചെയ്തതിന്റെ പ്രൈസിനെ നിശ്ചയിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ $1 മേടിക്കണമെങ്കിൽ ഇന്ത്യൻ റുപ്പി ഒരു 90 രൂപ എങ്കിലും കൊടുക്കേണ്ടി വരും. അതിനെയാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഈ എക്സ്ചേഞ്ച് റേറ്റ് കണ്ടുപിടിക്കുന്ന ടു ടൈപ്സിലൂടെയാണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റും ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റും. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്നതും, ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഫോഴ്സസ് ആയ ഡിമാൻഡും സപ്ലൈ അനുസരിച്ച് ഡിസൈഡ് ചെയ്യുന്നതാണ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് MNC ഫിനാൻഷ്യൽ സിസ്റ്റം ആണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ഏരിയ. MNC എന്ന് പറയുന്നത് മൾട്ടിനാഷണൽ കോർപ്പറേറ്റ്സ് ഓർ മൾട്ടിനാഷണൽ കമ്പനിയാണ്. ഒരു രാജ്യത്ത് ഒരു കമ്പനി തുടങ്ങിയിട്ട് അതിന്റെ ബ്രാഞ്ചസ് വിവിധ രാജ്യങ്ങളിലുള്ളതിനെയാണ് മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് പറയുന്നത്. ഈ മൾട്ടിനാഷണൽ കമ്പനീസ് ഇന്റർനാഷണൽ ഫിനാൻസിൽ എടുക്കുന്ന ഡിസിഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ടൈപ്സിലാണ്. മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്, പ്ലാനിംഗ് ഫോർ പേയ്മെന്റ് ഷെഡ്യൂൾ, മാനേജിംഗ് ഫോം വാല്യൂ. മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് അവരുടെ മണി മൂവ് ചെയ്യുന്നത്, ഇക്വിറ്റി ആയിട്ടാണോ ലോൺ ആയിട്ടാണോ, എങ്ങനെ അവർ പേയ്മെന്റ് നടത്തുന്നത്, ഹോം കൺട്രിയിൽ നിന്നാണോ അതെയോ ഫോറിൻ കറൻസിയിലാണോ ഹോം കറൻസിയിലാണോ എന്നുള്ളത്. പിന്നെ റീപേയ്മെന്റ് ഷെഡ്യൂൾ എങ്ങനെയാണെന്നുള്ളത്. സെക്കൻഡ് വൺ ഈസ് പ്ലാനിംഗ് ഫോർ പേയ്മെന്റ് ഷെഡ്യൂൾ. സ്പീഡപ്പ് പേയ്മെന്റ് ആണോ അത് ഡിലേ ചെയ്യുവാണോ എന്ന് അതിനൊക്കെ അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. പിന്നെ മാനേജിങ് ദ ഫോം വാല്യൂ. ഒരു MNCയുടെ വാല്യൂ എപ്പോഴും ഉയർന്നു നിന്നാലാണ് അവിടെ അവർക്കൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരുടെ അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഒക്കെ ലോ ടാക്സ് കൺട്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് ടാക്സ് കുറച്ച് അടച്ചാൽ മതി. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറയുന്നു, ഹെഡ്ജിങ് കോസ്റ്റ് കുറയുന്നു. ഓവറോൾ അവരുടെ വാല്യൂ കൂടുകയാണ് ടൈമിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഈസ് റിസ്ക് മാനേജ്മെന്റ്. അടുത്ത ഏരിയ. ഒരു ബിസിനസിന്റെ മെയിൻ ആയിട്ട് വരുന്ന ഒന്നാണ് റിസ്ക് എന്ന് പറയുന്നത്. റിസ്ക് ഇല്ലാണ്ട് ഒരു ബിസിനസ്സിനെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ആ റിസ്കിനെ ഒരിക്കലും നമുക്ക് പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാക്കാൻ പറ്റത്തില്ല. പക്ഷെ അതിനെ കുറയ്ക്കാൻ പറ്റും. ഇന്റർനാഷണൽ ബിസിനസ് റിസ്ക് ഫേസ് ചെയ്യുന്നതാണ് റിസ്ക്. എന്തുകൊണ്ട്? എക്സ്ചേഞ്ച് റേറ്റ് ചേഞ്ച് ആവുന്നത് കൊണ്ട്. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യൻ മണി ഡോളറിന്റെ എഗനൈസ്റ്റ് ആയിട്ട് ഇന്ത്യൻ മണിയുടെ മൂല്യം കുറയുമ്പോൾ $1 മേടിക്കാൻ ഇപ്പം നമ്മൾ 90 രൂപ കൊടുക്കണമെങ്കിൽ ഈ മൂല്യം കുറയുന്ന സമയത്ത് $1 മേടിക്കാൻ നമുക്ക് ചിലപ്പോൾ 90 കൂടെ ചിലപ്പോൾ 100 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾക്ക് കൂടുതൽ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് നഷ്ടം വരും. ഈ റിസ്ക് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെഡ്ജിങ് ടെക്നിക്സും ഫോർവേഡ് കോൺട്രാക്റ്റും ഒക്കെയാണ്. ഇനി ഇന്റർനാഷണൽ അക്കൗണ്ടിങ്.
ഇന്റർനാഷണൽ ഫിനാൻസിൽ അവർ ഒരു ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും ബാലൻസ് ഷീറ്റും ഒക്കെ ഒരു കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. അവിടെ അവർ ഇന്റർനാഷണൽ ടാക്സേഷനും പ്രൈസിങ് ഇന്റർനാഷണൽ ഓഡിറ്റിംഗ് ഒക്കെ നടത്തുന്നു. ഇനി എന്താണ് ഇന്റർനാഷണൽ ഫിനാൻസും കൊണ്ടുള്ള സ്കോപ്പ് എന്ന് പറയുന്നത് 4 ഫസ്റ്റ് വൺ ഈസ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം ഒരു രാജ്യത്തിന് മറ്റു രാജ്യമായിട്ട് നടന്ന ട്രാൻസാക്ഷന്റെ റെസീപ്റ്റ്സും പേയ്മെന്റ്സും ഒക്കെ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ഇനി എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേച്ചറി പറഞ്ഞ മെയിൻ ഏരിയ ആയിട്ട് സെയിം തന്നെയാണ്. ഒരു രാജ്യത്തിന്റെ കറൻസിനെ മറ്റൊരു രാജ്യത്തിന്റെ കറൻസി ആയിട്ട് കമ്പയർ ചെയ്ത് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ അതിന് യൂസ് ചെയ്യുന്നത് ഫിക്സഡ് എക്സ്ചേഞ്ചും ഫ്ലോട്ടിങ്ങും മിക്സഡ് എക്സ്ചേഞ്ച് റേറ്റും വരുന്നതാണ് കേട്ടോ. ഇനി ഗ്ലോബൽ ഫിനാൻഷ്യൽ സിസ്റ്റം. ഗ്ലോബൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ വരുന്ന ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള വേൾഡ് ബാങ്ക്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഒക്കെയാണ്. ഇവിടെ നിന്നായിരിക്കും ഓരോ രാജ്യങ്ങളും അവർക്ക് ആവശ്യത്തിനുള്ള പൈസ കടം എടുക്കുന്നതൊക്കെ. അപ്പൊ ഇന്റർനാഷണൽ ആയിട്ട് നമുക്കൊരു ബിസിനസ് ചെയ്യാനൊക്കെ കടം എടുക്കുന്നത് ഈ പറയുന്ന ഗ്ലോബൽ സിസ്റ്റം ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നായിരിക്കും. ഇനി ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കൂടുതൽ പ്രോഫിറ്റും റിട്ടേണും ഡിവിഡൻഡ് ഒക്കെ കിട്ടാൻ വേണ്ടി ഒരു രാജ്യം വേറെ രാജ്യത്തിൽ നിന്ന് പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ഇന്റർനാഷണൽ ഫിനാൻസ് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? നമുക്ക് ഫസ്റ്റ് വൺ ഈസ് ഡിമിനിഷിങ് ദ നാഷണൽ ബൗണ്ടറീസ്. നാഷണൽ ബൗണ്ടറീസ് നമുക്ക് ഡിമിനിഷ് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് ചെയ്ത് ഒരു ബിസിനസ് നടത്തും അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഫിനാൻസ് ട്രാൻസാക്ഷൻ ഒക്കെ നടത്തുന്നത് പല രാജ്യങ്ങൾ തമ്മിലായതുകൊണ്ട് അവിടെ ബൗണ്ടറീസ് ഉണ്ടാവത്തില്ല. പിന്നെ റൈസിങ് ഓഫ് ഗ്ലോബൽ കമ്പനീസ്. ഒരു രാജ്യത്തുള്ള കമ്പനിക്ക് എല്ലാ രാജ്യത്തും ബ്രാഞ്ചസ് തുടങ്ങി അവർക്ക് ഗ്ലോബലി എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടുകയാണ്. റൈസിങ് വേൾഡ് ട്രേഡ് വോളിയം കൂട്ടുന്നു. അതിന്റെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് ട്രേഡ് കൊണ്ടാണ്. ഇമ്പോർട്ട്സ് കുറഞ്ഞ എക്സ്പോർട്സ് എന്തോരം കൂടുന്നു അതനുസരിച്ച് ഒരു രാജ്യം വളരും. അപ്പൊ ഇന്റർനാഷണൽ ഫിനാൻസിലൂടെ നമുക്ക് ട്രേഡ് കൂട്ടാൻ പറ്റും. അവിടെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഫോറിൻ കറൻസിയിലായിരിക്കും നമ്മൾ ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. പിന്നെ എക്സ്പാൻഡിങ് ടെക്നിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ. ടെക്നോളജി എന്തോരം കൂടുന്നു അതനുസരിച്ച് ഒരു ട്രാൻസാക്ഷൻ ഒക്കെ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സാധനം മേടിച്ചിട്ട് നമ്മൾ പേ ചെയ്യുന്നത് ജിപേയിലൂടെ ആയിരിക്കും. അതൊരു ടെക്നോളജി വളർന്നത് കൊണ്ടാണ് വിത്തിൻ സെക്കൻഡിൽ നമുക്ക് ട്രാൻസാക്ഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ ഇന്റർനാഷണലി നോക്കുമ്പോൾ നമുക്കൊരു ഷെയറും സ്റ്റോക്കും ഒക്കെ വേറെ രാജ്യത്തിന്റെ ഇത് മേടിക്കണമെങ്കിൽ നമുക്ക് ടെക്നോളജിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പാൻഡ് ചെയ്താലാണ് പറ്റുള്ളൂ. അപ്പോൾ പിന്നെ അടുത്തത് ഗ്ലോബൽ കൺസ്യൂമർ ആൻഡ് ഗ്ലോബൽ കോമ്പറ്റീഷൻ. ഒരു ബിസിനസ്സിന് ഗ്ലോബലി ഒരു കൺസ്യൂമർ ഉണ്ടാവും ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഒക്കെ അനുസരിച്ച്. അപ്പൊ അതിനൊരു കോമ്പറ്റീഷനും വരും. അങ്ങനെ ഇന്റർനാഷണൽ ഫിനാൻസിൽ നമുക്ക് അതിന്റെ ചാൻസസ് കൂട്ടാൻ പറ്റും. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് സപ്പോർട്ടിങ് ഫിനാൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള IMFന്റെയും വേൾഡ് ബാങ്കിന്റെയും ഡെവലപ്മെന്റ് ഓരോ രാജ്യത്തിനും കൂടുതൽ ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യാനുള്ള ചാൻസ് വരികയാണ്. ഇനി എന്താണ് ഇത്രയും നേരം നമ്മൾ പഠിക്കുന്നത് എന്താണ് ഇന്റർനാഷണൽ ഫിനാൻസ് എന്നാണ്. ഇനി എന്താണ് ഇന്റർനാഷണൽ ലിക്വിഡിറ്റി? ഇന്റർനാഷണൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ പേയ്മെന്റിനെ മീറ്റ് ചെയ്യാനുള്ള ഒരു രാജ്യത്തിന്റെ എബിലിറ്റിനെയാണ് ഇന്റർനാഷണൽ ലിക്വിഡിറ്റി. ഇപ്പൊ ഇത്ര കടം ഉണ്ടെങ്കിൽ ആ ഒരു കടം പേ ചെയ്യാനുള്ള ഒരു കഴിവ് ആ രാജ്യത്തിനുണ്ടെങ്കിൽ അവരുടെ ഗോൾഡ് റിസർവ് കൊണ്ടായിരിക്കാം, ഫോറിൻ കറൻസി റിസർവ് കൊണ്ടായിരിക്കാം, SDR ഇതുകൊണ്ടൊക്കെ ആയിരിക്കും ആ രാജ്യത്തിന്റെ എബിലിറ്റി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ SDR ഫോറിൻ കറൻസിയും ഗോൾഡൊക്കെ ഉള്ള രാജ്യമായിരിക്കും ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ ഏറ്റവും ഹൈ പോസ്റ്റിൽ ഇരിക്കുന്നതും. ഇനി ഈ ഇന്റർനാഷണൽ ലിക്വിഡിറ്റിക്ക് 2 എലമെന്റ്സ് ആണുള്ളത്, ബോണ്ട് റിസർവും ബോറോവ്ഡ് റിസർവും. ബോണ്ട് റിസർവ് എന്ന് പറയുന്നത് ഗോൾഡും എക്സസ് ഫോറിൻ റിസർവ്സും ആയിരിക്കും. ബോറോവ്ഡ് എന്ന് പറയുന്നത് മറ്റ് രാജ്യത്തിൽ നിന്ന് ലോൺ എടുക്കുന്നതോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള IMF, വേൾഡ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതോ ഒക്കെ ആയിരിക്കും. ഈ ഇന്റർനാഷണൽ ലിക്വിഡിറ്റിക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. 3 മെയിൻ ആയിട്ട് പറയുന്നത്. BOP ഡെഫിസിറ്റ്, ഹൈ ടാരിഫ് ബാരിയേഴ്സ്, അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസർവ്സ്. BOP ഡെഫിസിറ്റ്. നമ്മൾ BOP എന്താന്ന് പറഞ്ഞു. BOP ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ പേയ്മെന്റ് ആയിരിക്കും റെസിപ്റ്റിനേക്കാൾ കൂടുതൽ. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ട്സ് എക്സ്പോർട്സിനേക്കാൾ കൂടുന്നു. ഇമ്പോർട്ട് കൂടുന്തോറും ഒരു രാജ്യത്തിന് ഒരിക്കലും വളരാൻ പറ്റില്ല. എക്സ്പോർട്ട് കൂടിയാൽ മാത്രമാണ് ഒരു രാജ്യത്തിന് എക്കണോമിക്കലി ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഇവിടെ BOP ഡെഫിസിറ്റിൽ ഒരു രാജ്യത്തിന്റെ പേയ്മെന്റ് കൂടുന്നു എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ഇമ്പോർട്ട്സ് കൂടുന്നു, എക്സ്പോർട്സ് കുറയുന്നു.
അങ്ങനെ വരുമ്പോൾ BOP ഡെഫിസിറ്റ് എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഒരു രാജ്യം ഫേസ് ചെയ്യുന്നു. ഇനി ഹൈ ടാരിഫ് ബാരിയേഴ്സ് എന്ന് പറയുന്നത് ഈ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കുറേ കസ്റ്റം ഡ്യൂട്ടി അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. അതിനെയാണ് ഹൈ ടാരിഫ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് കൺട്രീസിൻ്റെ എക്സ്പോർട്സ് കുറയുന്നു. അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിങ്സ് കുറയുന്നു. ഇതുകൊണ്ടൊക്കെ ഇന്റർനാഷണൽ ട്രേഡിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നു. ഇനി എന്താണ് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇന്റർനാഷണൽ റിസർവ്സ് എന്ന് പറയുന്നത്? ഓരോ രാജ്യത്തിനും അവരുടെ റിസർവ്സ്, അവർക്കുള്ള റിസർവ്സ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും, ഡിഫറെൻറ്റ് റേഷ്യോയിലായിരിക്കും. ഇപ്പോൾ ഡെവലപ്ഡ് രാജ്യങ്ങളായിട്ടുള്ള അമേരിക്കയ്ക്കൊക്കെ ആയിരിക്കും കൂടുതലായിട്ടുള്ള റിസർവ്സ് ഉള്ളത്. അപ്പോൾ അവർക്ക് കൂടുതൽ ഡിസിഷൻ എടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അവരെ മിക്ക രാജ്യങ്ങളും അനുസരിക്കുന്നൊക്കെ പറയത്തില്ല, അങ്ങനെയായിരിക്കും. ഇനി ഡെവലപ്പിംഗ് ആയിട്ടുള്ള രാജ്യത്തിന് ലിമിറ്റഡ് റിസർവ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് കൂടുതലായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാനൊന്നും പറ്റത്തില്ല. ഡെവലപ്ഡ് നേഷൻ പറയണത് ഡെവലപ്പിംഗ് നേഷൻ അനുസരിക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരും. അതാണ് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇന്റർനാഷണൽ റിസർവ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ്, ഇപ്പോൾ നമ്മൾ 3 പ്രോബ്ലം പറഞ്ഞു. ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള മെഷേഴ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. പ്രൊമോട്ടിങ് എക്സ്പോർട്ട് എക്സ്പാൻഷൻ, നമ്മൾ കൂടുതൽ എക്സ്പോർട്ട് കൂട്ടുക. ഒരു രാജ്യത്തിൻ്റെ വരുമാനം വരുന്നത് എക്സ്പോർട്ടിലൂടെ ആയതുകൊണ്ട് തന്നെ ഒരു രാജ്യം വളരുന്നത് എക്സ്പോർട്ടിലൂടെയാണ്. അതുകൊണ്ട് എക്സ്പോർട്ട് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ പേയ്മെൻറ്റിൽ കൂടുതലും റെസീപ്റ്റ്സ് കൂടുതൽ വരുമ്പോൾ BOP ഡെഫിസിറ്റ് അവിടെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ലിമിറ്റിംഗ് ഇമ്പോർട്ട്സ്, അവിടെയും പറയുന്നത് ഇമ്പോർട്ട്സ് കുറയ്ക്കുക. ഇമ്പോർട്ട്സ് ആവശ്യത്തിനുള്ള ഇമ്പോർട്ട്സ് മാത്രം ഒരു രാജ്യം ഇമ്പോർട്ട് ചെയ്താൽ മതി എന്നുള്ളൊരു കൺസെപ്റ്റാണ് അവിടെ പറയുന്നത്. പിന്നെ ചേഞ്ചിങ് ദ ഒഫീഷ്യൽ എക്സ്ചേഞ്ച് റേറ്റ്, ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്ന എക്സ്ചേഞ്ച് റേറ്റിൽ എപ്പോഴും നല്ലത് ഡിമാൻഡും സപ്ലൈയും അനുസരിച്ച് ഒരു എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ രാജ്യത്തിനും അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ്. അപ്പോൾ ചേഞ്ചിങ് ഒഫീഷ്യൽ എക്സ്ചേഞ്ച് റേറ്റ് ഇസ് ദ തേർഡ് മെഷർ. പിന്നെ ഇനി എക്സ്പാൻഡിങ് ഇന്റർനാഷണൽ റിസർവ് എക്സ്പാൻഡ് ചെയ്യുക. എല്ലാ രാജ്യത്തിനും ഈക്വൽ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നാണ് എക്സ്പാൻഡിങ് ഇന്റർനാഷണൽ റിസർവ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത്രയാണ് എൻ്റെ ടോപ്പിക്ക്. താങ്ക് യു.